Next, effect of concentration on reaction rate. കോൺസെൻട്രേഷൻ്റെ ഇഫക്റ്റ് ഏതിന്? റിയാക്ഷൻ റേറ്റിന്. We already know that concentration of the reactants increases, rate of reaction increases. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷന് സ്പീഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ഏതെങ്കിലും കമ്പോണൻസ് റിയാക്റ്റൻസ് ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ സ്പീഡ് ഓഫ് ദ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. ദിസ് ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ A plus B gives a product. ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ. ഇവിടെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിൽ പ്രസക്തി ഇല്ല. ഏത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണുള്ളൂ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എക്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദ പവർ വൈ എന്ന് ആണ് നമ്മൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദീസ് എക്സ് ആൻഡ് വൈ ഈസ് നോട്ട് ഈക്വൽ ടു ദീസ് ദീസ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആയിട്ടുള്ള ഈ നമ്പേഴ്സ് സ്മോൾ എ സ്മോൾ ബിക്ക് ഈക്വൽ ആകണം എന്നില്ല എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഫാക്ടേഴ്സ്. നമ്മൾ എ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഒരു 10 എണ്ണവും ബി എന്ന് പറയുന്നത് ഒരു 20 എണ്ണം ഇട്ടാൽ ഇതിൻ്റെ ഇതേ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആകണം എന്നില്ല ഈ കോൺസെൻട്രേഷൻ ഓഫ് റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് എക്സ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദീസ് ഫാക്ടേഴ്സ് stoichiometric coefficients. These x and y are experimentally determined value. x and y എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. ഇപ്പം നമ്മൾ പ്രൊപ്പോർഷണലായിട്ട് എഴുതിയെങ്കിൽ നമ്മൾ എഴുതിയത് റൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എക്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദ പവർ വൈ എന്നാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മളിതിനെ ഈക്വലാക്കണം. ഈക്വലാക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? റേറ്റ് ഈസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റുമായിട്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇക്വേഷനെ എ ടു ദ പവർ എക്സ് ആൻഡ് ബി ടു ദ പവർ വൈ എന്നായിട്ട് നമുക്ക് ഇക്വേഷന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ഫാക്ടർ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി ആണെന്നിരിക്കട്ടെ. ഇത് രണ്ടും 1 ആണെന്നിരിക്കട്ടെ. കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി, ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ നമുക്ക് എന്തെഴുതാൻ പറ്റും? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു കെ എന്നെഴുതിക്കൂടെ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കെ എന്നെഴുതാം. എപ്പോഴും എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും 1 ആണെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് കെ എന്നായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ദീസ് കോൺസ്റ്റൻറ്റ് കെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ ഇൻ ദ റേറ്റ് ഇക്വേഷൻ ഈസ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഈ ഇക്വേഷനിലുള്ള റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എക്സ് ആൻഡ് ബി ടു ദ പവർ വൈ എന്നുള്ള ഈ ഇക്വേഷനിലുള്ള കെ എന്ന് പറയുന്നതിന് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. വെൻ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു കെ എന്നായിട്ട് നമുക്ക് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ റേറ്റ് കോൺസ്റ്റൻറ്റ്? എങ്ങനെ നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുക? അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് K, rate constant can be defined as
ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആണ്. എപ്പോഴാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആകുക? വെൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ബിക്കം 1 or യൂണിറ്റി. റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ തന്നെയാണ്. എപ്പോഴേ അതാവുള്ളൂ? റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ ബിക്കം ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ബിക്കംസ് യൂണിറ്റി. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് എന്താണ്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏതിന്? കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിന് പവേഴ്സ് ഉണ്ട്, എക്സ് ആൻഡ് വൈ. ദിസ് എക്സ് ആൻഡ് വൈ ഈസ് ദ പവേഴ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ എക്സ്പെരിമെൻ്റലി ആയിട്ടാണ് നമ്മൾ ഈ എക്സ് ആൻഡ് വൈ എന്നുള്ള പവേഴ്സ് ഡിറ്റർമൈൻ ചെയ്യണം. അങ്ങനെ റേറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എക്സ് ആൻഡ് ബി ടു ദ പവർ വൈ എന്നുള്ളതിനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് ഇക്വേഷനിലുള്ള കോൺസ്റ്റൻറ്റിനെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേറ്റ് കോൺസ്റ്റൻറ്റ് K is equal to the rate of the reaction when concentration of the reactants become unity. Concentration of reactants 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ തന്നെയാണ് എന്ന് പറയാൻ പറ്റും.